ഹായ് ഫ്രണ്ട്സ്, D4 വേൾഡിൻ്റെ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ചരിത്ര പ്രധാനമായ ഒരു പള്ളിയിലാട്ടോ. നമ്മുടെ ഒരുപാട് നാളായിട്ട് വരണം എന്ന് ആഗ്രഹിച്ച പള്ളിയായിരുന്നു. കാരണം എനിക്ക് അമ്മൂസ് കുഞ്ഞായിരുന്നപ്പോൾ അമ്മൂസിന് നേർച്ച ഉണ്ടായിരുന്നു, തുലാഭാര നേർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ. കൊരട്ടിമുത്തിയെ പറ്റി അറിയാത്തതായിട്ട് അധികം ആരും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര പ്രശസ്തമായ പള്ളിയാണ് കൊരട്ടിയിൽ സ്ഥാപിതമായിരിക്കുന്ന കൊരട്ടിമുത്തിയുടെ ഈ പള്ളി. അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും തന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദിവസം തോറും ഒത്തിരി ആളുകൾ വന്ന് പോകുന്നുണ്ട് കേട്ടോ. എനിക്ക് പെരുന്നാളിന് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ ആ ടൈമിൽ എനിക്ക് പോകാൻ പറ്റിയിരുന്നില്ല. പൊൻകുല മാതാവ്, പൊൻകുല മുത്തി എന്നൊക്കെ പറഞ്ഞ അമ്മ അറിയപ്പെടുന്നുണ്ട്. കൊരട്ടിപ്പള്ളിയെക്കുറിച്ചും അമ്മയെക്കുറിച്ചും ആ പള്ളിയുടെ ചരിത്രത്തെക്കുറിച്ചും അറിയാത്തതായിട്ട് അധികം ആരും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും അറിയാത്തവർക്കായി പൂവങ്കുല സമർപ്പണമാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേർച്ച എന്ന് പറയുന്നത്. അപ്പോൾ ആ നേർച്ചയ്ക്ക് പിന്നിലൊരു ഐതിഹ്യമുണ്ട്. പണ്ട് കാലത്തെ കർഷകരൊക്കെ അവർക്ക് കിട്ടിയിരുന്ന ആദ്യ വിളവ് അമ്മയ്ക്ക് സമർപ്പണം ചെയ്യുമായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു വ്യക്തി അദ്ദേഹത്തിന് കിട്ടിയ ആദ്യ വിളവ് ഒരു പൂവങ്കുല അത് അമ്മയ്ക്ക് സമർപ്പിക്കാൻ കൊണ്ടുവരികയായിരുന്നു. അപ്പോൾ അദ്ദേഹം കൊണ്ടുവരുന്ന വഴിക്ക് ഒരു ജന്മി അദ്ദേഹത്തെ പിടിച്ചു നിർത്തി ആ പൂവങ്കുല ആവശ്യപ്പെടുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം മുത്തിക്ക് സമർപ്പിക്കാൻ കൊണ്ടുപോകുന്നത് കൊണ്ട് അത് അദ്ദേഹം കൊടുക്കാൻ തയ്യാറായില്ല. പക്ഷേ ആ ജന്മി അത് പിടിച്ചു വാങ്ങി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും പഴം പിടിച്ചു വാങ്ങി കഴിച്ചു. ബാക്കി ഉണ്ടായിരുന്ന ആ കുല അദ്ദേഹം ആ കർഷകൻ കൊണ്ടുപോയിട്ട് മുത്തിക്ക് സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. പക്ഷേ പിടിച്ചു വാങ്ങി കഴിച്ച ആ ജന്മിക്ക് അന്ന് വൈകുന്നേരം മുതൽ കഠിനമായ വയറുവേദന തുടങ്ങി. അദ്ദേഹത്തിന് വയറുവേദന കഠിനമായതോടെ അദ്ദേഹം വൈദ്യനെ കാണുകയും ഇത് മരുന്നുകൊണ്ടൊന്നും മാറില്ല, മുത്തിക്ക് സമർപ്പണം കൊണ്ടുപോയ പഴം വാങ്ങി കഴിച്ചതുകൊണ്ടാണെന്ന് അദ്ദേഹം വൈദ്യനിൽ നിന്ന് അറിയുകയും ചെയ്തു. അതിന് പരിഹാരമായിട്ട് അദ്ദേഹം മുത്തിക്ക് ഒരു പൂവങ്കുലയും പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വത്തിൻ്റെ പകുതിയും മുത്തിക്ക് സമർപ്പിച്ചു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വയറുവേദന മാറിയതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അന്ന് മുതലാണ് അമ്മയുടെ പള്ളിയിൽ ഈ പൂവാൻകുല നേർച്ച ഇത്ര പ്രധാന നേർച്ചയായത്. അന്ന് മുതൽ ഇന്ന് വരെ നമ്മളെല്ലാവരും അമ്മയെ വിശ്വസിച്ച് പൂവാൻകുല സമർപ്പിക്കുകയും അതിന് അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ജാതിമത വ്യത്യാസമൊന്നുമില്ലാതെ എല്ലാവരും വന്ന് അമ്മയിൽ നിന്ന് അനുഗ്രഹം വാങ്ങിയിട്ട് പോകും.